ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 4ാം പ്രതിയും കഴുകാനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിരുന്ന ഷിജി രാജനെയാണ് പീരുമേട് ഡിവൈഎസ്പി ജെ കുര്യാക്കോസ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം കേസിൽ 1ാം പ്രതിയായ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് 4ാം പ്രതിയും കീഴുകാനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിരുന്ന തിരുവനന്തപുരം പാലോട് കള്ളിപ്പാറ കിഴക്കേക്കര വീട്ടിൽ ഷിജി രാജനെ പീരുമേട് ഡിവൈഎസ്പി ജെ കുര്യാക്കോസ് അറസ്റ്റ് ചെയ്തത്. 1ഉം 2ഉം പ്രതികളായ കീഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി അനിൽകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി സി ലെനിൻ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലാണ്. ഇതിനിടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വാച്ചർമാരായ മത്തായിപ്പാറ മാക്കാനിക്കൽ ടി കെ ലീലാമണി ഇടുക്കി കോളനി, നീലാനപ്പാറയിൽ കെ എൻ മോഹനൻ, മത്തായിപ്പാറ കവലയിൽ കെ ടി ജയകുമാർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം നൽകി വിട്ടയച്ചു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6ആയി. DFO അടക്കം വനവകുപ്പിലെ 13 പേരാണ് കേസിലെ പ്രതികൾ. ഇതിൽ ഒരാൾ മരിക്കുകയും 2 പേർ ജില്ലാ കോടതിയിൽ കീഴടങ്ങി റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യം നേടുകയും ചെയ്തിട്ടുണ്ട്. 8 പേർ മുൻകൂർ ജാമ്യം തേടിയെങ്കിലും 1 മുതൽ 3 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളി. തുടർന്നാണ് 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3ാം പ്രതി സീനിയർ ഗ്രേഡ് ഡ്രൈവർ കാഞ്ചിയാർ വടക്കൻ വീട്ടിൽ ജിമ്മി ജോസഫ് ഇപ്പോഴും ഒളിവിലാണ്. വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ, 3ാം പ്രതി ജിമ്മി ജോസഫ്, മുൻകൂർ ജാമ്യം പരിഗണിച്ച 2 വാച്ചർമാരുമാണ് കേസിൽ ഇനിയും അറസ്റ്റിലാകാനുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ ഷിജി രാജനെ കട്ടപ്പന 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി കീഴുകാനം മുൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന വി അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഹൈറേഞ്ച് സർക്കിൾ CCF RS അരുണാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.